ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അനു. സെറ്റ് എക്സാം ഓഗസ്റ്റ് 2 അല്ലേ? ഹോൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മുടെ മുൻപിൽ വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുൻപിലുള്ളൂ അല്ലേ? അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ബോട്ടണി സിലബസ് കവർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ CC നിങ്ങൾക്കായിട്ട് 15 ദിവസത്തെ ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ബൂസ്റ്റർ ബാച്ചിൽ ഞങ്ങൾ CC ടീം നിങ്ങൾക്കായിട്ട് ഒരു സ്മാർട്ട് ടീച്ചിങ് മെത്തേഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കഴിഞ്ഞു പോയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഏരിയയിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു, ഹൈ മാർക്ക് ഹൈ സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള ഒരു സെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 15 ദിവസത്തെ ഈ ബൂസ്റ്റർ ബാച്ചിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഓറിയന്റേഷൻ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ എക്സാമുകളിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സെറ്റ് ബോട്ടണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജെനറ്റിക്സ് തന്നെയാണ് അല്ലേ? അപ്പൊ ജെനറ്റിക്സിൽ നിന്ന് തന്നെ, ജെനറ്റിക്സ് പഠിച്ചാൽ തന്നെ ഒരു മിനിമം 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. അപ്പോൾ ലിങ്കേജ് റീകോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ ജെനറ്റിക്സ് പഠിക്കുമ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റീകോമ്പിനേഷൻ അതേപോലെ തന്നെ ലിങ്കേജുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീൻ ദാറ്റ് ലൊക്കേറ്റഡ് ഓൺ ഡിഫറെന്റ് ക്രോമോസോംസ് ഹാവ് എ ഹയർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റീകോമ്പിനേഷൻ ദാൻ ദോസ് പ്രസന്റ് ഓൺ ദ സെയിം ക്രോമോസോം. സെയിം ക്രോമോസോമിലുള്ള ജീനുകൾ അല്ലെ, അതിനെ അപേക്ഷിച്ച് ഡിഫറെന്റ് ക്രോമോസോമിലുള്ള ജീനുകൾ തമ്മിൽ റീകോമ്പിനേഷൻ നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഫോർ ജീൻസ് ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ക്രോമോസോം ദ പ്രപ്പോർഷൻ ഓഫ് ദ പേരന്റൽ ജീൻ കോമ്പിനേഷൻ ഈസ് ഹയർ ദാൻ ദ നോൺ പേരന്റൽ ജീൻ കോമ്പിനേഷൻ. ഒരു സെയിം ക്രോമോസോമിലുള്ള ജീനുകളിൽ പേരന്റൽ ജീൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നോൺ പേരന്റൽ കോമ്പിനേഷനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ പേരന്റൽ കോമ്പിനേഷനേക്കാളും കൂടുതലായിരിക്കും പേരന്റൽ ജീൻ കോമ്പിനേഷൻ. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു, മോർഗൻ യൂസ്ഡ് ഡ്രോസോഫില ആസ് എ ജനറ്റിക് മോഡൽ ടു വിഷ്വലൈസ് ദ ചേഞ്ചസ് ഇൻ ദ ക്രോമോസോമൽ പാറ്റേൺസ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ ഒബ്സർവേഷൻ ഓഫ് മെന്റൽ. നമുക്കറിയാം മോർഗൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഡ്രോസോഫിലയാണ്. അതുപോലെ തന്നെ മെന്റലിന് ഒബ്സർവേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം ഡ്രോസോഫില ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഫോർ ദിസ് ഹി പെർഫോംഡ് എ ഡൈ ഹൈബ്രിഡ് ക്രോസ് ഓഫ് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽസ്. ആക്ച്വലി ഇദ്ദേഹം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു, പക്ഷെ ഇവിടെ ആൻസർ വരുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കത്തില്ല. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉമാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ആൻസർ ആക്ച്വലി എന്താണ്? ഓപ്ഷൻ ശരിക്കും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. മോർഗൻ യൂസ് ചെയ്ത് ഡ്രോസോഫിലെ തന്നെയാണ്, പക്ഷെ ഇവിടെ വരുന്ന ആൻസർ ഏതാണ്? 1ഉം 2ഉം തന്നെയാണ്. ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ഡിഫറെന്റ് ക്രോമോസോംസ് ഹാവ് ഹയർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റീകോമ്പിനേഷൻ. റീകോമ്പിനേഷന്റെ പ്രോബബിലിറ്റി കൂടുന്നത് എങ്ങനെയായിരിക്കും? അത് വ്യത്യസ്ത ക്രോമോസോമിലായിരിക്കുമ്പോഴായിരിക്കും അല്ലെ? അപ്പൊ ഇത് ശരിയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ഫോർ ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ക്രോമോസോം, ഒരു ക്രോമോസോമിലുള്ള ജീനുകളിൽ എങ്ങനെയാണ്? പേരന്റൽ ജീൻ കോമ്പിനേഷൻ എന്തിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും? നോൺ പേരന്റൽ കോമ്പിനേഷൻ അനുസരിച്ച് കൂടുതലായിരിക്കാനാണ് ചാൻസ്. അപ്പൊ ഈ 2 ഓപ്ഷൻസും ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ ജെനറ്റിക്സിൽ നിന്ന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പരിചയപ്പെടാം ഇതുമായി ബന്ധപ്പെട്ട്.
അത് 2025 ജൂലൈയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ലിങ്കേജ്. അപ്പൊ നേരത്തെ നമ്മൾ ലിങ്കേജ് റീകോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വർക്ക്ഔട്ട് ചെയ്തത്. അപ്പൊ നോക്കിക്കേ, ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ജനറ്റിക്സ് എന്ന ഏരിയയിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നോടെ പറയാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ലിങ്കേജസ് ആർ കറക്റ്റ്. അതായത് ലിങ്കേജുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ പറയുന്നു, ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ക്രോമോസോം tend to be inherited together. അതായത് ഒരു ക്രോമോസോമിലുള്ള, അതായത് തൊട്ടടുത്തിരിക്കുന്ന ജീനുകൾ തമ്മിൽ അവര് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അവർ ഒരുമിച്ച് തന്നെയായിരിക്കും, അതായത് ഒരേ ലോക്കസിനുള്ള ജീനുകൾ ഒരുമിച്ച് തന്നെയായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഇനി ഓപ്ഷൻ ബി എന്താ പറയുന്നത്? ക്രോസിംഗ് ഓവർ ഇൻക്രീസസ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ്. അല്ലെ, അതായത് ക്രോസിംഗ് ഓവർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ്. അതായത് ക്രോസിംഗ് ഓവർ വരുമ്പോൾ റീകോമ്പിനേഷന്റെ പെർസെന്റേജ് കൂടുവാണ് ആക്ച്വലി ചെയ്യുന്നത് ലിങ്ക്ഡ് ജീനുകൾ തമ്മിലുള്ള. ഇനി ഓപ്ഷൻ സി പറയുന്നു, കംപ്ലീറ്റ് linkage shows 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. അതായത് ഒരു കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉണ്ടെന്നാണ് തേർഡ് ഓപ്ഷൻ പറയുന്നത്. ദെൻ ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ജീൻസ് ഓൺ ഡിഫറെന്റ് ക്രോമോസോംസ് ആർ ഓൾവേസ് ലിങ്ക്ഡ്. അതായത് ഡിഫറെന്റ് ക്രോമോസോമിലുള്ള ജീനുകൾ എപ്പോഴും ലിങ്ക് ചെയ്താണ് കാണുന്നത്. ആക്ച്വലി ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ആൻസേഴ്സ്? ഒന്നും സംശയമില്ല, ഓപ്ഷൻ എ അതേപോലെ തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഒരു ഓൾറെഡി ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. അതായത് ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ക്രോമോസോം, ഒരു ക്രോമോസോമിലുള്ള ജീൻസ് ദാറ്റ് ടെൻഡ്സ് ടു ബി ഇൻഹെറിറ്റഡ് ടുഗദർ. അല്ലെ, അപ്പൊ അടുത്തടുത്തിരിക്കുന്ന രണ്ട് ജീനുകൾ തമ്മിൽ അടുത്തടുത്തിരിക്കുവാണെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് തന്നെ ഇൻഹെറിറ്റ് ചെയ്യാം. അല്ലെ, ഓക്കെ, അത് ശരിയാണ്. Then crossing over that increases recombination. Crossing over എന്തിന്റെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്? റീകോമ്പിനേഷൻ. രണ്ട് ജീനുകൾ തമ്മിലുള്ള റീകോമ്പിനേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ശരിയാണ്. ദെൻ എന്തുകൊണ്ട് സിയും ഡിയും തെറ്റാണെന്ന് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ലിങ്കേജ് ദാറ്റ് ഷോ 50% റീകോമ്പിനേഷൻ. കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി രണ്ട് ജീനുകൾ അടുത്തടുത്ത് തന്നെയായിരിക്കും, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 0 ആയിരിക്കും. അപ്പൊ 50% ആയിരിക്കത്തില്ല, അത് 0 ആവാനാണ് ചാൻസ്. ഇനി ജീൻസ് ഓൺ ഡിഫറെന്റ് ക്രോമോസോംസ് ആർ ഓൾവേസ് ലിങ്ക്ഡ്. ഡിഫറെന്റ് ക്രോമോസോംസിലുള്ള ജീനുകൾ എപ്പോഴും ലിങ്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയുമാണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, 2025 ജൂലൈയിലെ ചോദ്യമാണ്, അത് ഓർത്തിരുന്നോളൂ. ഇനി 2025 ജനുവരിയിലെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. അതായത് ഇതൊരു മാപ്പ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ജനറ്റിക്സ് എന്ന ഏരിയയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അതിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. നോക്കി, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൈസം ഡൈഹൈബ്രിഡ് ക്രോസ് പ്രൊഡ്യൂസേഴ്സ് ദ ഫോളോവിങ് പ്രോജനീസ്. അതായത് പൈസം നമ്മൾ എടുത്തു, അതിന് കുറച്ച് പ്രോജനീസ് ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് പ്രോജനീസ് കിട്ടി. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി 200 ആണ് നമുക്ക് കിട്ടിയത് പ്രോജനീസ്. ദെൻ ക്യാപിറ്റൽ എ സ്മോൾ ബി വരുന്നത് 774 വന്നു. ദെൻ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി വന്നത് 746. then small a small bb 280. അല്ലെ, അങ്ങനെ ഇത്രയും പ്രോജനീസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ് ഓൺ ദ ക്രോമോസോം? അതായത് മാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയൂ. അല്ലെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് മാപ്പ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ടോട്ടൽ നമ്പർ ഓഫ് റീകോമ്പിനന്റ് ഓഫ് സ്പ്രിങ്. അല്ലെ, റീകോമ്പിനന്റ് ഓഫ് സ്പ്രിങ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കണം. റീകോമ്പിനന്റ് ഓഫ് സ്പ്രിങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനീസ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനീസ്. ഓക്കെ, അത് നമ്മൾ ഓർത്തിരിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനീസ് ഇൻറ്റു 100.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, മാപ്പ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതിൽ നമ്മൾ റിക്കോംബിനന്റ് ടൈപ്പും പേരന്റൽ ടൈപ്പും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പേരന്റൽ ടൈപ്പ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്പർ ഏതാണോ അതായിരിക്കും പേരന്റൽ ടൈപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് 774 അല്ലെ, ക്യാപിറ്റൽ എ സ്മോൾ ബി. ഇനി സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി അല്ലെ, ഇത് രണ്ടുമായിരിക്കും പേരന്റൽ ടൈപ്പ്. ക്ലിയർ? ഇനി ബാക്കി കുറച്ചാണ് 200ഉം 280 അല്ലെ, അതായിരിക്കും എന്ത് റീകോംബിനന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പേരന്റൽ ടൈപ്പും കുറവ് വരുന്നത് റീകോംബിനന്റ് ടൈപ്പും ആയിരിക്കും. ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? റീകോംബിനന്റ് ഓസ്പ്രിങ് എത്രത്തോളം ഉണ്ട്? അപ്പൊ നമുക്ക് നോക്കാം. 280 പ്ലസ് 200 അതായത് 480 ആൻസർ വരും അല്ലെ. അപ്പോൾ 200 പ്ലസ് 280 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എത്രയാ? 480. ഇനി ഇത് മൊത്തം ടോട്ടൽ എത്ര പ്രോജനീസ് ഉണ്ടെന്ന് നോക്കണം. അതായത് 200 പ്ലസ് 774 പ്ലസ് 746 പ്ലസ് 280. അപ്പൊ നമുക്ക് ആൻസർ ഏകദേശം ഒരു 2000 അല്ലെ, 2000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100. അപ്പൊ നമുക്ക് ഈ 2 0 നമ്മൾ കട്ട് ചെയ്യുന്നു, ഈ 0യും കട്ട് ചെയ്യുന്നു. ദെൻ ആൻസർ നമുക്ക് എത്ര വരുന്നു? 24. ആൻസർ ഓപ്ഷനിൽ 24 ഉണ്ടോ എന്ന് നോക്കിക്കേ മക്കളെ. ആൻസറിൽ 24 ഉണ്ട്. അങ്ങനെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ മാപ്പ് ഡിസ്റ്റൻസ് ഓർത്തിരുന്നോളൂ. റീകോംബിനേഷൻ അതായത് നമ്പർ ഓഫ് റീകോംബിനന്റ് ഓസ്പ്രിങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനീസ് ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് കാണുന്നത്. ഓർത്തിരുന്നോളൂ. അപ്പൊ ഇതേപോലെ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് സെറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന രീതിയിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സെറ്റ് ബോട്ടണിയിൽ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയണ്ടാത്ത, ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ബോട്ടണി ക്ലിയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് പരിചയപ്പെടാം. പ്ലാന്റ് അനാട്ടമി, അതേപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്ത്, സൈലം ഫ്ലോയം, ഇതെല്ലാം നോക്കുക. ദെൻ പ്ലാന്റ് ഫിസിയോളജി, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഹോർമോൺസ്, വാട്ടർ റിലേഷൻസ്, ഇതെല്ലാം ഒന്ന് നോക്കുക. പിന്നെ ജനറ്റിക്സിൽ നിന്നാണെങ്കിൽ മെന്റേലിയൻ ജനറ്റിക്സ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, റീകോംബിനേഷൻ, ഇതൊക്കെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ ജീൻ ഇന്ററാക്ഷൻ, ഇതൊന്നും വിട്ട് കളയരുത് കേട്ടോ. ദെൻ മോളിക്കുലർ ബയോളജീനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ DNA റിപ്ലിക്കേഷൻ, അതായത് ഏതൊക്കെ എൻസൈംസ് ആണ് റിപ്ലിക്കേഷന് വേണ്ടത്. ഓക്കെ, ദെൻ പ്രൈമറിന്റെ ജോലി എന്താണ്, പ്രൈമേസ്, അപ്പൊ അതെല്ലാം റിപ്ലിക്കേഷനിൽ വരുന്നതാണ്. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇനി സെൽ ബയോളജിയിൽ നിന്നാണെങ്കിലോ സെൽ സൈക്കിൾ വരാം അല്ലെ. ദെൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്, ദെൻ സെൽ ഓർഗനൽസ്, ദെൻ പ്ലാന്റ് ബയോടെക്നോളജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ടിഷ്യൂ കൾച്ചർ, PCR, അതിന്റെ ഓരോ സ്റ്റെപ്സ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു റീകോംബിനന്റ് DNA ടെക്നോളജി. പിന്നെ എക്കോളജി ഭാഗത്ത് നിന്നാണെങ്കിൽ ദെൻ എക്കോസിസ്റ്റം, എക്കോളജിക്കൽ സക്സഷൻ, ബയോഡൈവേഴ്സിറ്റി, സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ ടാക്സോണമി, സിസ്റ്റമാറ്റിക്സ്, APG ക്ലാസിഫിക്കേഷൻ, ICN അല്ലെ, ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ICBN ഉണ്ട്. പ്ലാന്റ് പത്തോളജി, ഫംഗി, പ്ലാന്റ് ഡിസീസസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബ്രയോഫൈറ്റ്സ്, ചിറഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ് ആണ്. ദെൻ അതിന്റെ ലൈഫ് സൈക്കിളും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുമാണ്. അപ്പോൾ സെറ്റ് ബോട്ടണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പഠിച്ചാൽ മതി, നിങ്ങൾ എന്ത് ചെയ്യും? സെറ്റ് ബോട്ടണി ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ സെറ്റ് ബോട്ടണി ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 15 ദിവസത്തെ ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് CCയിൽ. ഈ 15 ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ്, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ഹൈ സ്കോർ ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ഏതാണ്, ഇതിനെല്ലാം ബേസ് ചെയ്ത് സെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ എന്നും പറയുന്ന പോലെ ലൈവ് ക്ലാസ്. പക്ഷെ ഒരു പ്രത്യേകത, ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം 3 മണിക്കൂർ വെച്ചിട്ട് മൊത്തം 45 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ്സുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 15 മോഡൽ എക്സാം. സെറ്റ് എക്സാം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ 15 എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രത്യേകത, ഡെയിലി വർക്കൗട്ട് ഉണ്ട്.
ചെയ്തിട്ടുണ്ട്. അതായത് ഏത് ടോപ്പിക്കാണോ നിങ്ങൾ പഠിക്കുന്നത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ PYQ ഡിസ്കഷൻ, ദെൻ ഡെയിലി റിവിഷൻസ്, മോക്ക് എക്സാംസ്, പിന്നെ ഏറ്റവും പ്രത്യേകത ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്. അപ്പോൾ ഈ 15 ദിവസം നിങ്ങൾക്കായിട്ട് സെറ്റ് ക്രാക്ക് ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. താല്പര്യമുണ്ടെന്നല്ല, നിങ്ങൾ സെറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പാണ് സെറ്റ് ക്ലിയർ ചെയ്തിരിക്കും ഈ 15 ദിവസത്തിനുള്ളിൽ. അതായത് ഞങ്ങളുടെ സെറ്റിന്റെ റിസൾട്ട് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്. ഓക്കെ, അപ്പോൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്യുക. സീറ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ CCയുടെ 15 ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനായിട്ടുള്ള നമ്പർ 9746455514. ഓക്കെ, താങ്ക് യു വെരി മച്ച്.